നമസ്കാരം സുഹൃത്തുക്കളെ. കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ടു പോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ ഉള്ള പബ്ലിക് സെക്ടറെ എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് ഇവിടെ. അതെന്താണെന്നല്ലേ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 90% വൻ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖജനാവിൻ്റെ പണം തിന്നുമുടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള വെള്ളാനകളാണ് ഇതെല്ലാം. അതിൽ പലതിലേക്കും ഇതാ സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കാൻ പോകുന്നു. മാത്രമല്ല ചിലതൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാനും പോകുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള ജാമ്യമെടുക്കൽ മാത്രമാണ് വി ഡി സതീശൻ ഇപ്പോൾ നടത്തിയ ഈ പ്രസംഗം. അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസ്സുകാർ നിരന്തരമായിട്ട് മോദി സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അവർ കുറേ തള്ളിമറിച്ച് ആലങ്കാരികമായിട്ടാണ് പറയുന്നത്. നെഹ്റു ഉണ്ടാക്കിയത് നരേന്ദ്രമോദി വിറ്റ് തുലക്കുകയാണ് എന്നാണ്. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ അവർ സെയിൽസ് ഗേൾ എന്ന് വരെയാണ് വിളിക്കുന്നത്. കാര്യം എന്താ? നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു, അല്ലെങ്കിൽ കുറേയൊക്കെ അവരുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ലാഭത്തിലാവണമല്ലോ. അല്ലാതെ എല്ലാ കാലത്തും കുറേ വെള്ളാനകൾക്ക് ഇങ്ങനെ ശമ്പളമായിട്ടും കിമ്പളമായിട്ടും കുറേ പണം കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റാൻ നമുക്ക് നേർച്ച ഒന്നുമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വകാര്യ നിക്ഷേപം അങ്ങോട്ട് വരുമ്പോൾ ഒരാൾ ലാഭമില്ലാതെ ഒരു സ്വകാര്യ നിക്ഷേപങ്ങൾ നടത്തുമോ? അപ്പോൾ തീർച്ചയായിട്ടും ലാഭം പ്രതീക്ഷിക്കും. അതുമാത്രമല്ല, അതിൻ്റെ ഡയറക്ടർ ബോർഡ്, അത് ഏത് പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും ശരി, അതിൻ്റെ ഡയറക്ടർ ബോർഡിലും അവർക്ക് പങ്കാളിത്തം വരും. അതിൻ്റെ ഒപ്പം അവരുടെ പോളിസി കൂടി അവർക്ക് കൂടി താല്പര്യമാവുന്ന രീതിയിലായിരിക്കും പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിന് പിന്നീട് പൊതുമേഖലാ സ്ഥാപനം എന്ന് മാത്രം പറയാൻ പറ്റില്ല. അത് സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പങ്കാളിത്തം ഉണ്ടാവുന്നു. ഇനി എത്രയൊക്കെ ആലങ്കാരികമായിട്ട് ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാലും ആത്യന്തികമായിട്ട് അതങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ചുരുക്കത്തിൽ നരേന്ദ്രമോദി സർക്കാർ എന്താണോ, ഏത് നയമാണോ ഈ കാര്യത്തിലെടുത്തത് അത് തന്നെ ഈച്ച കോപ്പി അടിക്കുകയാണ് വി ഡി സതീശൻ്റെ കോൺഗ്രസ്. ഇനി അവർക്ക് നെഹ്റു ഉണ്ടാക്കിയത് നരേന്ദ്രമോദി വിറ്റുതൊളിച്ചു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ അതിനവർ നിർബന്ധിതരായിരിക്കുകയാണ്. അതങ്ങനെ അല്ലാതെ പറ്റില്ല കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ. നമ്മൾ ലാഭത്തിലായിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം കൈവരിൽ എണ്ണാവുന്നത് മാത്രം അവർ കാണിച്ചു തരും നമ്മളെ. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി, 100-ന് മുകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ വലിയ നഷ്ടത്തിലാണ്. അവിടെ ഇരിക്കുന്നവർ പണിയെടുക്കാതെ ശമ്പളം വാങ്ങി പുട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ പണമാണ്. നമുക്ക് ക്രിയാത്മകമായിട്ട് നമുക്കും നമ്മുടെ വരുന്ന തലമുറയ്ക്കൊക്കെ ഉപകാരപ്പെടേണ്ട കാശാണ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ കണ്ടുപിടിക്കണം, അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പഠിക്കണം. അവിടെ സ്വകാര്യ നിക്ഷേപം വേണമെങ്കിൽ അത് ആവശ്യമാണ്. അതല്ല സ്വകാര്യ മേഖലയ്ക്ക് തന്നെ ഈ PPP പോലുള്ള പരിപാടി, അതായത് പബ്ലിക് പ്രൈവറ്റ് പങ്കാളിത്തോടു കൂടി ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്ന വലിയ ഉദ്യോഗസ്ഥർ മുതൽ താഴോട്ടുള്ളവരുടെ തൊഴിലെടുക്കാനുള്ള ആ മടി അങ്ങ് മാറിക്കിട്ടും, ആ മനോഭാവം അങ്ങ് മാറിക്കിട്ടും. പിന്നെ വേലയെടുത്താലേ കൂലി കിട്ടൂ എന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അവൻ വേലയെടുക്കും. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഒരു ലൈൻമാനായിട്ട് ഒരുത്തനാണ് KSIB ജോലിയായിട്ടുള്ളത്. അവൻ കാറിലായിരിക്കും നടക്കുന്നത്. അവൻ വേറെ കരാർ തൊഴിലാളികളെ വെച്ചിരിക്കുക പോസ്റ്റിൽ കയറാനും പറ്റും. അവന് കാറിൽ നടന്നവന് മാസം ശമ്പളം കിട്ടും. അതിൽ നിന്ന് കുറച്ച് നക്കാപ്പിച്ച മാത്രം കരാർ തൊഴിലാളിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഈ പണമെല്ലാം പോകുന്നത് നമ്മുടെയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാണ്. ഇവിടെ കുറേ കാലമായിട്ട് അങ്ങനെയാണ്. എന്നിട്ട് അതിനെല്ലാം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെന്ന ഓമന പേരും കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് KSIBയിൽ മാറ്റമുണ്ട്. ഇതുപോലെ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും ചില ആളുകൾക്ക്, ചില ട്രേഡ് യൂണിയൻ നേതാക്കൾക്കുള്ള ലാവണങ്ങളാണ്. അവരത് വെള്ളാനകളെ പോലെ അങ്ങ് കൊണ്ട് നടക്കുകയാണ്, തിന്ന് കുടിച്ച് മതിച്ച്. ഇതിൽ മാറ്റം വരണമെങ്കിൽ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാവണം, സ്വകാര്യ നിക്ഷേപം അവിടേക്ക് കൊണ്ടുവരണം. അതേപോലെ തന്നെ സ്വകാര്യവൽക്കരണമായിട്ട് മുഴുവനായിട്ട് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിട്ടുകൊടുക്കണമെങ്കിൽ അതും ചെയ്യണം. അല്ലാതെ അതിനെ വിറ്റുതൊലയ്ക്കുക എന്നല്ല പറയേണ്ടത്. കഴിഞ്ഞ സാമ്പത്തിക ഭാഗത്തിൽ ഇങ്ങനെ കേന്ദ്ര സർക്കാർ കൊടുത്ത സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തതെല്ലാം എല്ലാ സ്ഥാപനങ്ങളും ലാഭമാണ് രേഖപ്പെടുത്തിയത്. കോടാനുകോടികൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കിട്ടുകയും ചെയ്തു. അപ്പോൾ എങ്ങനെ ഉണ്ടായി ആ മാറ്റം? ആ മാറ്റം കേരളത്തിലും വേണം. അല്ലാതെ ഏതിനെയും എതിർത്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. CPM-ഉം ഇടതുപക്ഷവും പ്രതിപക്ഷത്തിരുന്നാൽ നടപ്പാക്കാൻ താമസമുണ്ടാകുന്ന പദ്ധതികളായിരുന്നു ഈ ദേശീയപാത വികസനം. 1, 2 ഗെയിൽ പദ്ധതി, 3 വിഴിഞ്ഞം തുറമുഖം പോലുള്ള സംഗതികൾ. അതിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരം എയർപോർട്ട് അദാനി അതിൻ്റെ നടത്തിപ്പവകാശമൊക്കെ നേടുകയുണ്ടായി. ഇപ്പോൾ ഇതൊന്നും
ഇപ്പോൾ ഇവർ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ CPM പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ അത്ര എളുപ്പം നടക്കത്തില്ലായിരുന്നു. കാരണം അവരതിന് ഇടയ്ക്ക് സമരം വെക്കും, എത്ര നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ അത്രയും നീട്ടിക്കൊണ്ട് പോകാൻ അവർ പരമാവധി പണിയെടുക്കുമായിരുന്നു. എന്നാൽ 10 വർഷം അവർ അധികാരത്തിലിരുന്ന സമയത്ത് ഇതെല്ലാം വളരെ ഫാസ്റ്റിൽ നടന്നു. ദേശീയപാത വികസനം, വിഴിഞ്ഞം തുറമുഖം, ഗെയിൽ പദ്ധതി അവർ തന്നെ മുടക്കിയ സാധനം അവർ തന്നെ മുൻകൈ എടുത്ത് അവർ തന്നെ അത് ഫിനിഷ് ചെയ്തു തന്നു. ഇത് 3-4 സംഗതികൾ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്നപ്പോൾ അത് പ്രതിപക്ഷത്തിരുന്നിരുന്നെങ്കിൽ തടസ്സമുണ്ടാകുന്ന സംഗതികൾ അവരെ ഭരണപക്ഷത്തിരുത്തിക്കൊണ്ട് കേന്ദ്രം ഇതെല്ലാം നടപ്പിലാക്കിയെടുത്തി. അടുത്ത നോക്കുക, PM ശ്രീ ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്. സ്വകാര്യവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ്. അവരെ ഭരണത്തിലിരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രണ്ടും സാധിക്കാൻ പോകുന്നു. എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടോ? ഇവർ പ്രതിപക്ഷത്തിരുന്നാൽ താമസം ഉണ്ടാകുന്ന സംഗതികളാണ് അവരെ ഭരണത്തിലേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഭരണത്തിലിരുത്തിക്കൊണ്ട് അത് രണ്ടും സാധിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം എന്താണോ ലക്ഷ്യം വെക്കുന്നത്, എങ്ങനെ ചിന്തിക്കുന്നോ അതിനനുസരിച്ച് താളം തുള്ളുന്ന പാവകളെ ആക്കി മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ ഇടത് വലത് സർക്കാരുകളെ. അവരുടെ പ്രതിഷേധമെന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള ആ പ്രതിഷേധമെന്നത് ഭരണപക്ഷത്തേക്ക് മാറുമ്പോൾ എതിർത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ അവർ നടപ്പിലാക്കുന്നു. അവിടെ ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിലും വലതുപക്ഷത്തിൻ്റെ കാര്യത്തിലും മാറ്റമില്ല. നമുക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. പൂച്ച വെളുത്താണെങ്കിലും പൂച്ച കറുത്താണെങ്കിലും എലിയെ പിടിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. കേന്ദ്രവും അതേ നോക്കുന്നുള്ളൂ. സംഗതി മനസ്സിലായല്ലോ?